ദുര്യോധനൻ ഹസ്തിനപുരിയുടെ രാജാവായ ധൃതരാഷ്ട്രന്റെയും ഗാന്ധാരിയുടെയും മൂത്തപുത്രൻ. മഹാഭാരതത്തിലെ അധർമ്മത്തിന്റെ പ്രതീകം, നീചനായ രാജാവ് തുടങ്ങിയ നിരവധി വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നു. എന്നാൽ മഹാഭാരതം മുഴുവനായി വായിച്ചാൽ അദ്ദേഹത്തിന് നൽകുവാൻ പറ്റുന്നത് പ്രതിനായകൻ എന്ന പേരായിരിക്കും. ദുര്യോധനനെ അഹങ്കാരത്തിന്റെയും ദുഷ്ടതയുടെയും പ്രതീകമായി കരുതുന്നതിന് കാരണം അദ്ദേഹം പാണ്ഡവരോട് കാണിച്ച അനീതി ചൂണ്ടിക്കാണിച്ചായിരിക്കും. എന്നാൽ അതിന് ദുര്യോധനന് തൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദുര്യോധനൻ തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ ഹസ്തിനപുരി എങ്ങനെയായിരുന്നു? ഒരു രാജാവെന്ന നിലയിൽ ദുര്യോധനൻ പരാജയമായിരുന്നു. ഹസ്തിനപുരിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തിരുന്നു. ദുര്യോധനന്റെ ഭരണപരിഷ്കാരങ്ങൾ എല്ലാം വിശദമായി അറിയുവാൻ വീഡിയോ മുഴുവനായി കാണുക. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുരുവംശത്തിലെ രാജാവായ ധൃതരാഷ്ട്രന്റെയും ഗാന്ധാരിയുടെയും 100 പുത്രന്മാരിലെ മൂത്തവനായ ദുര്യോധനൻ ഹസ്തിനപുരിയുടെ അപ്രഖ്യാപിത രാജാവായിരുന്നു. ദുര്യോധനെ രാജാവായി അഭിഷേകം നടത്തിയിരുന്നില്ല. അവന്റെ പിതാവായിരുന്നു ഹസ്തിനപുരിയുടെ രാജാവ്. എന്നാൽ പിതാവ് അന്ധനായിരുന്നതിനാലും അദ്ദേഹത്തിന് സ്വന്തം പുത്രനോടുണ്ടായിരുന്ന അമിതമായ വാത്സല്യത്താലും ദുര്യോധനൻ പ്രായപൂർത്തിയായതോടെ അവന്റെ നയങ്ങളും തീരുമാനങ്ങളുമായിരുന്നു ഹസ്തിനപുരിയിൽ നടപ്പായിരുന്നത്. അങ്ങനെ ശരിക്കും രാജഭരണം നടത്തിയിരുന്നത് ദുര്യോധനനായിരുന്നു എന്ന് പറയാം. ദുര്യോധനന്റെ ബാല്യം മുതൽ രാജാവിന്റെ പുത്രൻ എന്ന നിലയിൽ അധികാരം അവനെ അമിതമായി ആകർഷിച്ചു. പാണ്ഡുവിന്റെ പുത്രന്മാർക്ക് പിതാവിന്റെ മരണത്തോടെ ജനങ്ങൾക്കിടയിൽ ലഭ്യമായ സഹതാപവും സ്നേഹവും ജനപ്രീതിയും ദുര്യോധനനിൽ അവരോട് അസൂയയും പകയും ജനിപ്പിച്ചു. പ്രായപൂർത്തി ആയതോടുകൂടി ഭരണപരമായ കഴിവുകൾ തികഞ്ഞ ഒരു രാജകുമാരൻ തന്നെയായിരുന്നു ദുര്യോധനൻ. അവൻ ധീരനും യുദ്ധപ്രാവീണ്യം നിറഞ്ഞവനുമായിരുന്നു. രാജസഭയിലെ മറ്റു പ്രമുഖരായ ഭീഷ്മർ, വിദുരർ, ദ്രോണർ, കൃപാചാര്യർ, മറ്റു മന്ത്രി പ്രമുഖർ തുടങ്ങിയവർ ദുര്യോധനന്റെ ഈ കഴിവുകൾ അംഗീകരിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം പാണ്ഡവരോട് കാണിക്കുന്ന നീതിവിരുദ്ധമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തെ അസ്ഥിരമാക്കി. ദുര്യോധനന്റെ എല്ലാ തീരുമാനങ്ങളെയും ഭീഷ്മർ, വിദുരർ തുടങ്ങിയ പ്രമുഖർ എതിർത്തിരുന്നു. അതിനാൽ ദുര്യോധനൻ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളായി കരുതിയിരുന്നത് കർണൻ, ശകുനി, ദുശാസനൻ, അശ്വത്ഥാമാവ് തുടങ്ങിയവരെയായിരുന്നു. തൻ്റെ എല്ലാ നയപരമായ തീരുമാനങ്ങളും നടപ്പാക്കിയിരുന്നത് ഇവരുമായി കൂടിയാലോചന നടത്തിയായിരുന്നു. ഇതിൽ കർണൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. കൂടാതെ അമ്മാവനായ ശകുനി അതീവ ബുദ്ധിമാനായിരുന്നു. ശകുനിയുടെ തന്ത്രങ്ങൾ ഹസ്തിനപുരിയിലെ ശക്തരായ അയൽ രാജ്യങ്ങളെ എല്ലാം മിത്രങ്ങളാക്കിയിരുന്നു. അക്കാലത്തെ ശക്തരായ രാജ്യങ്ങളായിരുന്നു ബലരാമൻ ഭരിച്ചിരുന്ന ദ്വാരക, ജരാസന്ധന്റെ മഗധ, ശിശുപാലന്റെ ചേതി രാജ്യം തുടങ്ങിയവ. ഈ രാജ്യങ്ങളുമായി എല്ലാം തന്നെ ഹസ്തിനപുരി സൗഹൃദത്തിലായിരുന്നു. ദുർബല രാജ്യങ്ങളെ കീഴടക്കി കൂടെ നിർത്തുക, ശക്തരായ രാജ്യങ്ങളെ സൗഹൃദത്തിലൂടെ കൂടെ നിർത്തുക എന്ന രാജതന്ത്രം ഫലപ്രദമായി നടപ്പാക്കിയ രാജാവായിരുന്നു ദുര്യോധനൻ. ദുർബല രാജ്യങ്ങളെ കീഴടക്കി ഹസ്തിനപുരിയുടെ സാമന്ത രാജ്യമാക്കി ഹസ്തിനപുരിയെ വിശാലമാക്കുന്നതിനും ദുര്യോധനന് സാധിച്ചു. എന്നാൽ ശകുനിയുടെ സ്വാധീനത്താൽ പാണ്ഡവരോട് ദുര്യോധനൻ അധർമ്മം മാത്രമാണ് പ്രവർത്തിച്ചത്. ദുര്യോധനന്റെ ഭരണകാലം ധൈര്യത്തിന്റെയും വഞ്ചനയുടെയും മിശ്രരൂപമായിരുന്നു. എന്നാൽ രാജാവെന്ന നിലയിൽ തൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനും തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്നതിനും അങ്ങേയറ്റം ധൈര്യശാലിയും ധീരനുമായ രാജാവായിരുന്നു ദുര്യോധനൻ. ഒരു നല്ല ഭരണാധികാരി ആകുമായിരുന്ന ദുര്യോധനൻ അവന്റെ അഹങ്കാരവും അസൂയയും നിമിത്തം അവസാനം പരാജയപ്പെട്ട രാജാവായി മാറി. ഹസ്തിനപുരിയുടെ രാജാവ് ധൃതരാഷ്ട്രർ ആയിരുന്നു എങ്കിലും ഭരണം നടത്തിയിരുന്നത് ദുര്യോധനനായിരുന്നു എന്നും മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. അതിനാൽ തന്നെ രാജ്യം കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ദുര്യോധനൻ ഉന്നത സ്ഥാനങ്ങളിൽ തൻ്റെ വിശ്വസ്തരായ ആളുകളെ നിയമിച്ചു.
എല്ലാ പ്രധാന തീരുമാനങ്ങളും ദുര്യോധനനും അവന്റെ മന്ത്രിസഭയും ചേർന്നായിരുന്നു എടുത്തിരുന്നത്. അതിനാൽ തന്നെ ഭീഷ്മർ, മന്ത്രിയായിരുന്ന വിതുരർ തുടങ്ങിയവർക്ക് രാജഭരണത്തിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നില്ല. ധർമ്മിഷ്ഠരായ ഇവർക്ക് രാജഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്നു എങ്കിൽ ചൂതുകളിയും പാണ്ഡവരുടെ വനവാസവും പാഞ്ചാലി വസ്ത്രാക്ഷേപവും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം തന്നെയും ഒഴിവാകുമായിരുന്നു. ദുര്യോധനൻ നല്ലൊരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിലും പ്രതിരോധങ്ങൾ ആവിഷ്കരിക്കുന്നതിലും അദ്ദേഹം അസാമാന്യ പാടവം കാണിച്ചു. അതിനാൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എതിർചേരിയിൽ നിന്നിട്ടും കൗരവപക്ഷത്തെ പരാജയപ്പെടുത്തുവാൻ പാണ്ഡവർക്ക് നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. ഒരു രാജാവിന്റെ മികച്ച കഴിവായി കരുതുന്ന തൻ്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശക്തമായ ഒരു സൈന്യത്തെ സംഘടിപ്പിക്കുക എന്നതിൽ ദുര്യോധനൻ മികച്ചു നിന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ 11 അക്ഷൗണി സൈന്യം ദുര്യോധനന്റെ പാളയത്തിലുണ്ടായിരുന്നു. ഇത് പാണ്ഡവരുടെ 7 അക്ഷൗണി സൈന്യത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു. തൻ്റെ സൈന്യത്തെ കൃത്യമായി വിന്യസിക്കുവാനും ശത്രുവിനോട് മരണം വരെയും ധീരമായി പോരാടുവാനും ദുര്യോധനൻ കാണിച്ച ധൈര്യം അദ്ദേഹത്തെ മരണശേഷം സ്വർഗത്തിലെത്തിക്കുന്നു. ദുര്യോധനന്റെ ഭരണകാലത്ത് ഹസ്തിനപുരി അത്യന്തം സമ്പൽ സമൃദ്ധമായിരുന്നു. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു ജനങ്ങളുടെ പ്രധാന വരുമാനമാർഗം. കൂടാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും പാഞ്ചാല, മഗധ തുടങ്ങിയ രാജ്യങ്ങളുമായും ഹസ്തിനപുരി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ദുര്യോധനൻ തൻ്റെ കാലത്ത് ഏറ്റവും ബുദ്ധിപരമായ നയതന്ത്രജ്ഞനായിരുന്നു എങ്കിലും അവൻ്റെ നയങ്ങൾ ധാർമ്മികമായി തെറ്റായ ദിശയിലായിരുന്നു. അതിനു കാരണം ശകുനിയുടെ തന്ത്രങ്ങളായിരുന്നു ദുര്യോധനന്റെ നയതന്ത്രത്തിന്റെ ആധാരം. തൻ്റെ പക്ഷത്ത് അർജുനനെ എതിർക്കുവാൻ പറ്റുന്ന ശക്തനായ ഒരു യോദ്ധാവിൻ്റെ അഭാവം നികത്തുന്നതിനാണ് സൂതപുത്രനായ കർണനെ രാജകീയ ബഹുമതികളോടെ സ്വന്തം സുഹൃത്താക്കി മാറ്റിയത്. അക്കാലത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന പേരെടുത്ത ഭീഷ്മർക്കോ മന്ത്രിയായ വിതുരർക്കോ പോലും കർണനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ എല്ലാവരും സൂര്യപുത്രൻ പിറന്ന കുലത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു യോദ്ധാവിന്റെ കഴിവ് അവന്റെ കുലത്തിലല്ല മറിച്ച് അവന്റെ കഴിവിലാണെന്ന് പറയുവാൻ ദുര്യോധനന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ധർമ്മിഷ്ഠരെന്ന് പേര് കേട്ട പാണ്ഡവർ പോലും കർണന്റെ കഴിവിനെ അംഗീകരിക്കുവാൻ തയ്യാറാകാതെ അവന്റെ കുലത്തെ കുറ്റം പറഞ്ഞ് കർണനെ അപമാനിക്കുവാനാണ് ശ്രമിച്ചത്. ഇതിൽ നിന്നും തൻ്റെ പ്രജകളിലെ കഴിവുള്ളവരെ അവർ ഏതു കുലത്തിൽ ജനിച്ചാലും അവന്റെ കഴിവുകളെ അംഗീകരിക്കുവാനുള്ള മഹാമനസ് ഒരു രാജാവിന് വേണ്ട ഏറ്റവും മികച്ച ഗുണം ദുര്യോധനനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ദുര്യോധനന്റെ ഭരണത്തിന് കീഴിൽ പ്രജകൾ സന്തുഷ്ടരായിരുന്നു. അവരുടെ ജീവിത നിലവാരവും ഉയർന്നതായിരുന്നു. താഴ്ന്ന കുലത്തിൽ പിറന്ന കർണനെ രാജാവാക്കുക വഴി താഴ്ന്ന കുലത്തിലെ പ്രജകൾക്കിടയിലും ദുര്യോധനൻ ബഹുമാനിക്കപ്പെട്ടു. ദുര്യോധനന് പ്രജകൾക്ക് യാതൊരുവിധ വിദ്വേഷവും ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവ് അദ്ദേഹത്തിന്റെ മരണശേഷം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ പ്രജകളുടെ ദുഃഖത്തിൽ നിന്നും മനസ്സിലാക്കാം. ദുര്യോധനന്റെ ഭരണം കേന്ദ്രാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു. രാജാവ് പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ വിശ്വാസം നല്ല കെട്ടുറപ്പുള്ള ഭരണം ഹസ്തിനപുരിക്ക് നൽകിയെങ്കിലും ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പാരമ്പര്യമായി കിട്ടിയതല്ലാതെ കർണന്റെ ദിഗ്വിജയ യാത്രയിലൂടെ നേടിയ അളവറ്റ സമ്പാദ്യം ഹസ്തിനപുരിയുടെ ഖജനാവിനെ സമ്പൽ സമൃദ്ധമാക്കി. ധൈര്യവും ബുദ്ധിയും ശക്തിയും ഉണ്ടായിരുന്നിട്ടും ദുര്യോധനന്റെ ഭരണത്തിൽ ധാർമ്മികതയും നീതിയും ഇല്ലാതെ പോയി. അധികാരം നേടുവാൻ ഏതു വഴിയും സ്വീകരിക്കാം എന്നതായിരുന്നു ദുര്യോധനന്റെ ആശയം. ദുര്യോധനൻ തൻ്റെ ആത്മാഭിമാനത്തിൽ ഉറച്ചു നിന്നു. അവനെ ആരും താഴ്ത്തിക്കാണിക്കുന്നത് അവൻ സഹിച്ചില്ല. അതവൻ്റെ അഹങ്കാരമായി വളർന്നു എങ്കിലും അതിൻ്റെ അടിസ്ഥാനം ആത്മാഭിമാനവും ആത്മഗൗരവവുമായിരുന്നു. ദുര്യോധനൻ ഭരണത്തിൽ സാമർഥ്യമുള്ളവനായിരുന്നു. 11 അക്ഷൗണി സൈന്യത്തെ നയിക്കുവാനും വലിയൊരു സാമ്രാജ്യത്തെ നിയന്ത്രിക്കുവാനും കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവിൻ്റെയും നേതൃത്വ ശേഷിയുടെയും തെളിവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ സൈന്യം അച്ചടക്കത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലും ദുര്യോധനൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. തന്നെക്കാൾ ദുർബലരായ അർജുനനെയോ യുധിഷ്ഠിരനെയോ നകുല സഹദേവന്മാരെയോ
ഗദായുദ്ധത്തിന് തിരഞ്ഞെടുത്ത് രാജ്യം സ്വന്തമാക്കുവാൻ കഴിയുമായിരുന്നു. എന്നിട്ടും തന്നോളം ശക്തനായ ഭീമനെ തന്നെ ദുര്യോധനൻ ഗദായുദ്ധത്തിന് തിരഞ്ഞെടുത്തു. തുടർന്ന് ധീരമായി പോരാടി മരണം വരിച്ച ദുര്യോധനന്റെ ധീരത പാണ്ഡവർ ചതിയിലൂടെ നേടിയ വിജയത്തേക്കാൾ മികച്ചു നിൽക്കുന്നു. ദുര്യോധനന്റെ സ്വഭാവത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതായി കാണുവാൻ കഴിയും. ഒരു വശത്ത് അസൂയ, അഹങ്കാരം, പ്രതികാരം. മറുവശത്ത് ഒരു രാജാവിന് വേണ്ട ധൈര്യം, സൗഹൃദനിഷ്ഠ, പ്രജകളോടുള്ള കരുണ, ആത്മാഭിമാനം. അതിനാൽ മഹാഭാരതം നമ്മളെ കാണിക്കുന്നത് ഒരു രാജാവായ ദുര്യോധനൻ ദുഷ്ടനായിരുന്നു. പക്ഷെ അവൻ മഹത്തായ ഗുണങ്ങൾ ഇല്ലാത്തവനല്ല. ദുര്യോധനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിലൂടെ അറിയിക്കുക.